കാലെടുത്ത് വെക്കും മുമ്പേ കാലിടറുന്ന മുഖ്യമന്ത്രിയെ നമ്മൾ കാണുക. ഈ മന്ത്രിസഭ അധികാരം ഏറ്റെടുത്തിട്ട് അധികം കാലമായില്ല. പക്ഷേ വരുന്ന ഓരോ തീരുമാനങ്ങളും രസകരമാണ്. കാലം അതിൻ്റെ ചിപ്പിൽ എന്തെല്ലാം രഹസ്യങ്ങൾ ഒളിച്ചു വെക്കുമെന്നോ ഓരോരുത്തർക്കു വേണ്ടി എന്തെല്ലാം കരുതുമെന്നോ പറയാൻ കഴിയില്ല. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലെയും ഏറ്റവും വലിയ പ്രചരണം ശബരിമലയിലെ സ്വർണ്ണക്കടത്ത് കേസായിരുന്നു. ശബരിമലയിൽ നിന്നുള്ള സ്വർണം കൊണ്ടുപോയി എന്നും അത് കുറഞ്ഞുവെന്നും ഒക്കെ പറഞ്ഞിട്ട് കേസ് നിലനിൽക്കുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ നിരവധി തവണ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ട് ഞാനിതിലേക്ക് പോകുന്നില്ല. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ ശബരിമല സ്വർണ്ണമാക്കിയെന്നും സ്വർണം ചെമ്പാക്കിയെന്നും ഒക്കെ പറയുന്ന കേസിനകത്തെ പ്രധാനപ്പെട്ട ഒരു പ്രതി പങ്കജ് ഭണ്ഡാരി, അത് സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറഞ്ഞ ചെന്നൈയിലെ ഒരു സ്ഥാപനത്തിൻ്റെ ഉടമയാണ്. അദ്ദേഹം കേസിൽ പ്രതിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി കോടതിയിൽ ഹാജരായ ഒരു അഭിഭാഷകൻ KB പ്രദീപ്, അദ്ദേഹത്തെ ഈ സതീശൻ മന്ത്രിസഭയിൽ ദേവസ്വത്തിൻ്റെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിച്ചിരിക്കുന്നു. സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കുകയും അധികാരം അദ്ദേഹം ഏറ്റെടുക്കുകയും ചെയ്തു. ഇപ്പോഴാണ് പ്രതിപക്ഷങ്ങൾ ഇതിൻ്റെ പറ്റിയിട്ടുള്ള സംശയങ്ങൾ ഉന്നയിക്കുന്നു. എന്താണ്? മറുപുറത്ത് നിന്ന് പ്രതിഭാഗത്തിന് വേണ്ടി നിന്ന് ഒരു അഭിഭാഷകനെ വാദിഭാഗത്തിൻ്റെ വക്കീലായി വെക്കുന്ന നടപടിയുടെ സാങ്കത്യം ചോദ്യം ചെയ്യുന്നു. തീരുമാനം മാറുന്നു. ഉടനെ അദ്ദേഹത്തോട് രാജിവെക്കാൻ പറയുന്നു. അദ്ദേഹം രാജിവെക്കുന്നു. നോക്കുമ്പോൾ വളരെ ലളിതമാണ് വിഷയം. പക്ഷേ ആ നോക്കുമ്പോൾ കാണുന്നതിന് അപ്പുറമുള്ള ചില കാര്യങ്ങൾ അതിലുണ്ട്. എന്താണ്? അദ്ദേഹം അഭിഭാഷകനായി ചുമതല ഏറ്റെടുത്ത് കഴിയുമ്പോൾ സ്വാഭാവികമായും ഈ ശബരിമല കേസുമായി ബന്ധപ്പെട്ട ഫയലുകളിലേക്കുള്ള അദ്ദേഹത്തിന് ആക്സസ് കിട്ടുകയാണ്. ആ ഫയലുകൾ അത് കാണുന്നു. അപ്പോൾ വാദിഭാഗത്തിൻ്റെ ഫയലുകൾ മുഴുവൻ കാണാനും ഉള്ളൊരു അവസരം പ്രതിഭാഗം വക്കീലിന് കിട്ടി എന്നുള്ളതാണ് ഇവിടെ സംഭവിച്ചത്. യാദൃശ്ചികമായി സംഭവിച്ചതല്ല. ശബരിമല കേസുമായി ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാൽ ദേവസ്വത്തിൻ്റെ കേസ്. അപ്പോൾ ദേവസ്വം വകുപ്പ് മന്ത്രി പറയുന്നു, ഈ ആളെ തീരുമാനിച്ചത് എനിക്കറിയില്ല. അപ്പം ദേവസ്വം വകുപ്പിന് അറിയില്ല. കൂടെ ഒരു വാചകം കൂടെ കൂട്ടിച്ചേർക്കുന്നുണ്ട്. എന്താണ്? അത് മുഖ്യമന്ത്രിയുടെ വിവേചനാധികാരമാണ്. അപ്പോൾ മുഖ്യമന്ത്രി VD സതീശൻ തൻ്റെ വിവേചനാധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരായ വക്കീലിനെ വാദിഭാഗം വക്കീലായി നിയമിച്ചതെന്ന് പറയുമ്പോൾ സതീശനെ പോലെ വിദഗ്ധനായ കഴിവുള്ള ഒരു അഭിഭാഷക ബുദ്ധി ഇതിൽ ഉപയോഗിക്കപ്പെട്ടു എന്നുള്ളതിൽ സംശയമില്ല. കോൺഗ്രസ്സിന് ഒരു അഭിഭാഷക സംഘടനയുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസ്. അവർ പറയുന്നു അഭിഭാഷകളെ തീരുമാനിച്ചാൽ ഞങ്ങൾക്ക് പങ്കില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ശബരിമലയിലെ സ്വർണം നഷ്ടപ്പെട്ടുവെന്നും മോഷണം പോയി എന്നും പറയുന്ന ഏറ്റവും ഗൗരവതരമായ കേസിൽ പ്രതിഭാഗം വക്കീലിനെ വാദിഭാഗം ഫയലുകൾ ഏൽപ്പിക്കുന്നത്? ഇവിടുന്ന് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് കാണാം, ഈ KB പ്രദീപ് എന്ന് പറയുന്ന അഭിഭാഷകൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിങ്ങുകൾ മുഴുവനും പ്രധാനമന്ത്രി മോഡിക്ക് അനുകൂലമാണ്. ദ ഗ്രേറ്റസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഇന്ത്യ ഹാസ് എവർ സീൻ. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മഹാനായ പ്രധാനമന്ത്രിയാണ് മോഡി എന്ന് പറഞ്ഞ ആളാണ് ഈ പ്രദീപ്. അത് തന്നെയുമല്ല, രാഹുൽ കാണിച്ചിരുന്നത് മുഴുവൻ അബദ്ധമാണെന്നും തെറ്റാണെന്നും രാജ്യവിരുദ്ധമാണെന്നും വരെ പറഞ്ഞ അഭിഭാഷകൻ, രാഹുൽ ഗാന്ധി രാജ്യവിരുദ്ധനാണെന്ന് പറഞ്ഞ ഒരു അഭിഭാഷകനെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്വന്തം വകുപ്പിൽ അല്ലാഞ്ഞിട്ട് പോലും ദേവസ്വം വകുപ്പിലെ പ്രോസിക്യൂട്ടറായി നിയമിക്കുകയും തെരഞ്ഞെടുപ്പ് പ്രചരണ കാലഘട്ടത്തിൽ നിന്ന് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണ വിഷയമായിരുന്ന ശബരിമല കേസ് അദ്ദേഹം നടത്തുന്ന സാഹചര്യത്തിലേക്ക് ആ ഫയലുകൾ അദ്ദേഹത്തെ ഏൽപ്പിക്കുകയും ചെയ്യുമ്പോൾ ഈ ഗൂഢാലോചന ആരംഭിക്കുന്നത് ഡൽഹിയിൽ നടന്ന 40 മിനിറ്റ് നേരത്തെ പ്രധാനമന്ത്രി മുഖ്യമന്ത്രി സംഭാഷണ വേളയിലാണ് എന്നാരെങ്കിലും കരുതിയാൽ തെറ്റു പറയാൻ പറ്റുമോ? അത് കഴിഞ്ഞ് ഇവിടെ വന്ന് നടത്തിയ ഗവർണറുടെ നയപ്രഖ്യാപനത്തിൽ ഒരു വാക്കുപോലും കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ പറയാതിരുന്ന മുഖ്യമന്ത്രിയെ നമ്മൾ കണ്ടു. വളരെ പെട്ടെന്നാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് മംഗലാപുരത്ത് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ പോകുന്നു. അവിടെ പോയി കേന്ദ്രത്തിലെ ഭരിക്കുന്ന NDAയുടെ വക്താവിനെ കാണുന്നു, തിരിച്ചു വരുന്നു. അതൊരു വാർത്തയേ ആവുന്നില്ല. പ്രധാനമന്ത്രിയെ കണ്ടു കഴിഞ്ഞ് തിരിച്ചു വന്നാൽ നയപ്രഖ്യാപനത്തിൽ ഒന്നും കേന്ദ്രത്തിനെതിരെ പറയുന്നില്ല. അത് കഴിഞ്ഞ് ഇങ്ങനത്തെ ഒരു തീരുമാനവും ഈ മുഖ്യമന്ത്രി ആരുടെ പ്രതിനിധിയാണ്? അടുത്തത് വരുന്നു വൈദ്യുതി വകുപ്പ് മന്ത്രി സണ്ണി ജോസഫ്. അദ്ദേഹത്തിൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ സഹോദരനോ മറ്റോ ആയിട്ടുള്ള ബെന്നി തോമസിനെ വെക്കുന്നു. ആക്ഷേപമാകുന്നു, അത് പിൻവലിക്കുന്നു.
എത്ര പെട്ടെന്നാണ് ഒരു ചെറിയ സമയത്തിനകത്ത്, ഇത്രയും ദിവസത്തിനകത്ത് പ്രധാനപ്പെട്ട അപ്പോയിൻമെൻറ്റുകൾ പിൻവലിക്കേണ്ട സ്ഥിതിയിലേക്ക് ഗവൺമെൻറ് മാറിയത്. അപ്പോൾ ഇവർ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നതും ഇവർ പറഞ്ഞിരുന്നതും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്ന് മനസ്സിലാകുകയാണ്. ബന്ധു നിയമനത്തിനെ പറ്റി ഏറെ പരാതി പറഞ്ഞിരുന്നു, ശബരിമല കേസിനെ പറ്റി പ്രക്ഷോഭങ്ങൾ അഴിച്ചുവിട്ടിരുന്നു. ഇവയൊക്കെയും വെറുതെ ജനങ്ങളുടെ കണ്ണിൽ മണ്ണിടാനുള്ള അഭ്യാസ പ്രകടനങ്ങൾ മാത്രമായിരുന്നു എന്ന് ഈ ചെറിയ സമയം കൊണ്ട് കാലം തെളിയിച്ചിരിക്കുന്നു. ഈ ആഴ്ചയിൽ നമ്മൾ കണ്ട മറ്റൊരു സംഭവം ന്യൂസ് ക്ലിക്ക് കേസാണ്. ഡൽഹി ഹൈക്കോടതിയുടെ ചരിത്രപരമായൊരു വിധി വന്നു. ന്യൂസ് ക്ലിക്ക് എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ ചാനലാണ്. പ്രബീർ പുരകായസ്ക എന്ന് പറയുന്ന ആളാണ് അതിൻ്റെ സ്ഥാപക എഡിറ്റർ. അദ്ദേഹത്തിനെതിരെ 2020 ഡൽഹി പോലീസും EDയും കൂടി FIR രജിസ്റ്റർ ചെയ്തു. പരാതി ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. ആ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങിയപ്പോൾ ഇവരുടെ ഷെയറിൻ്റെ വാല്യൂ കൂട്ടിക്കാണിച്ചു എന്നുള്ളതാണ്. എന്താണ് ഇതിൻ്റെ ചരിത്രം? 2017 വളരെ കൃത്യമായി ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രിയുമായി എഴുത്തുകുത്തുകൾ നടത്തുന്നു സ്ഥാപനം. പുറത്തുനിന്ന് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് സാധിക്കുമോ ഇല്ലയോ, അത് ഓൺലൈൻ മാധ്യമങ്ങൾക്ക് ബാധകമല്ല എന്നുള്ള ഉത്തരം കിട്ടുന്നു. ഫെമയുണ്ട്. ഫെമയുടെ റെഗുലേഷൻസിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്. എന്താ പറയുന്നത്? അതായത് നമ്മുടെ വാല്യൂ, അതിൻ്റെ ഒരു ഫെയർ വാല്യൂമോ ഇച്ചിരി കൂടിയ നിരക്കോ ഇത് വിദേശത്തേക്ക് നമ്മൾ കൊടുക്കുമ്പോൾ ആകാം, ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് വരുമ്പോൾ ആകാം എന്ന് അനുവദിക്കുന്ന അതിൻ്റെ രേഖകളിലും പറയുന്നു. എന്നിട്ടും ഈ FDIയിൽ ഫെമ അനുസരിച്ചിട്ട് എല്ലാ കാര്യങ്ങളും നടന്നതെന്നും മണി ലോണ്ടറിങ് ഉണ്ടെന്നും പറഞ്ഞ് കേസ് ചാർജ് ചെയ്യുന്നു. FIR വരുന്നു. എഡിറ്ററെ അറസ്റ്റ് ചെയ്യുന്നു. ആ പത്രസ്ഥാപനവുമായി ബന്ധപ്പെട്ട അവരുടെ മുഴുവൻ ഉപകരണങ്ങളും പിടിച്ചെടുക്കുന്നു. സഹപ്രവർത്തകരെ ചോദ്യം ചെയ്യുന്നു. അദ്ദേഹത്തെ ജയിലിലാക്കുന്നു. 6 വർഷം നീളുന്നു കേസ്. 6 വർഷക്കാലം നീണ്ടു കഴിയുമ്പോൾ ഡൽഹി ഹൈക്കോടതി പറയുകയാണ്, ഇല്ലാത്തൊരു നിയമത്തിൻ്റെ പേരിൽ, ചെയ്യാത്തൊരു കുറ്റത്തിൻ്റെ പേരിലാണ് ഈ കേസ്. ED രാഷ്ട്രീയ ആയുധമാണ്. ഡൽഹി പോലീസിനെ പറ്റി നമുക്ക് പറയേണ്ടതില്ല. കേന്ദ്ര പോലീസാണ്, നേരിട്ട് കാര്യമാണ് അവിടെ നടത്തുന്നത്. ഡൽഹി ഗവൺമെൻറ്റിന് ഒരു ഉത്തരവാദിത്വവും ഒരു കാലത്തിലുമില്ല. അത് കേന്ദ്രത്തിൻ്റെ സേനയാണ്. പക്ഷേ ED എന്താണെന്ന്, കേന്ദ്ര ഏജൻസികൾ എന്താണെന്ന് ഒരിക്കൽ കൂടി വ്യക്തമാക്കുകയാണ്. ഡൽഹി ഹൈക്കോടതി ഒരു അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത രീതിയിൽ കൃത്യമായി പറയുന്നു, രാഷ്ട്രീയമായ കാര്യങ്ങൾക്ക് വേണ്ടി, അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ആളുകളെ പീഡിപ്പിക്കുന്നതിനുള്ള ഉപകരണമായി ED മാറാൻ പാടില്ല. ഈ കഴിഞ്ഞ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിലെ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങൾക്കെതിരെ വന്ന നിരവധിയായ കേസുകളിൽ നമ്മൾ കണ്ടതാണ്. ED കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു എൻഫോഴ്സ്മെൻറ്റ് അതോറിറ്റിയാണ്. പ്രതിപക്ഷങ്ങളെ അടിച്ചു തകർക്കാനും ഇല്ലാതാക്കാനും പൗരാവകാശങ്ങൾക്കും പൗരസ്വാതന്ത്ര്യത്തിനും വേണ്ടി നിലകൊള്ളുന്ന മാധ്യമങ്ങളെ ഇല്ലാതാക്കി മാധ്യമ സ്വാതന്ത്ര്യം, അത് ഈ ലോകത്തെ മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ പട്ടികയിൽ 104ാമത്തെ സ്ഥാനത്താണ് നമ്മൾ. 123 രാജ്യങ്ങളിൽ ഏറ്റവും താഴെയാണ് നമ്മൾ. അതുപോലും ഇനി പാടില്ല എന്ന് പറയുന്ന സ്ഥിതിയിലേക്ക് കേന്ദ്രം നീങ്ങിക്കൊണ്ടിരിക്കുന്നു. ഏതൊരു കാലഘട്ടമാണിത്? ഇത് തൊട്ടുപുറകെ വേറൊന്ന് നമ്മൾ കാണുന്നു. എന്താണ്? ഇലക്ഷൻ കമ്മീഷൻ സ്വതന്ത്രമായിരിക്കണം, നിഷ്പക്ഷമായിരിക്കണം എന്നാണ് ഭരണഘടന പറയുന്നത്. എത്രമാത്രം സ്വതന്ത്രവും നിഷ്പക്ഷവുമായിരുന്നുവെന്ന് ഇലക്ഷൻ കമ്മീഷനിലെ നമ്മൾ ഇലക്ടറോൾ പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന ഇതിൽ നമ്മൾ കണ്ടതാണ്. ബംഗാൾ പിടിച്ചടക്കിയതെങ്ങനെ നമ്മൾ കണ്ടു. ഇപ്പോൾ രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കും. മധ്യപ്രദേശിൽ നിന്ന് 3 സീറ്റിലേക്ക് തിരഞ്ഞെടുപ്പ്. 2 സീറ്റ് BJPക്ക് ജയിപ്പിക്കാനുള്ള വോട്ടുണ്ട്. 1 സീറ്റ് ജയിപ്പിക്കാനുള്ള വോട്ട് കോൺഗ്രസിനുമുണ്ട്. പക്ഷേ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ നോമിനേഷൻ തള്ളുന്നു. പറഞ്ഞതെന്താണ്? കോൺഗ്രസ് സ്ഥാനാർത്ഥി നോമിനേഷൻ സമർപ്പിച്ചപ്പോൾ കേസുകൾ, അവർക്കെതിരെയുള്ള കേസുകളുടെ പട്ടികയിൽ ഒരു കേസ് ഉൾപ്പെടുത്തിയില്ല. ആ കേസിൽ അവരെ പ്രതിയാക്കി ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന് കോൺഗ്രസ് പറയുന്നു. അങ്ങനെ ഒരു കേസെടുക്കാനുള്ള സാധ്യത കാണിച്ച് ഒരു നോട്ടീസ് മാത്രമാണ് അയച്ചിരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഇതിനു മുമ്പുള്ള ചില തെരഞ്ഞെടുപ്പ് കേസുകളിൽ ആ പട്ടികയിൽ നിന്ന് ഒരു കേസ് വിട്ടുപോയാൽ, കുറഞ്ഞു പോയാൽ അത് ഒരു സബ്സ്റ്റാൻഷ്യലായിട്ടുള്ള ഒരു എററായി, ഒരു പ്രധാന തെറ്റായി കാണാൻ പാടില്ല എന്ന് പറഞ്ഞുള്ള വിധികൾ നമ്മുടെ കോടതികൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അത്തരം ഒരു സാഹചര്യത്തിലാണ് കേസ് പോലും അല്ലാതെ ഒരു നോട്ടീസ് അയച്ചത് കാണിച്ചില്ല, അത് നോട്ടീസ് കേസായി പരിഗണിച്ച് ഇതിൽ തെറ്റുണ്ടെന്ന് പറഞ്ഞ് ആ നോമിനേഷൻ തള്ളുന്നത്. നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങൾ
ഇതിനെയൊക്കെ തകർക്കാനുള്ള ആസൂത്രിതമായ ശ്രമം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത് നമ്മൾ പലത് കാണുന്നുണ്ട്. നിഷ്പക്ഷമായി തെരഞ്ഞെടുപ്പ് നടത്തേണ്ട ഇലക്ഷൻ കമ്മീഷൻ്റെ നിഷ്പക്ഷതയും സുതാര്യതയും ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ഒരു ജനാധിപത്യ സംവിധാനത്തിൻ്റെ നട്ടെല്ലാണ് തകരുന്നത്. ഭരണഘടന എഴുതി വച്ചിരിക്കുന്ന വാചകങ്ങളിൽ അർത്ഥമില്ലാതെ ജീവനില്ലാത്ത ജഡങ്ങളായി ഭരണഘടനയിലെ വാചകങ്ങൾ മാറുന്നത് നിശബ്ദം, നിസ്സങ്കോചം, നിർവികാരമായി നോക്കി നിൽക്കാൻ എനിക്ക് നിങ്ങൾക്കും കഴിയുമോ? ലോക ഫുട്ബോളിൻ്റെ ഫിഫ കപ്പ് ഫുട്ബോളിൻ്റെ ടൂർണമെൻറ്റിൽ പല കളികളും നടന്നു കഴിഞ്ഞു. ആവേശകരമായൊരു തുടക്കം അതിന് വന്നു. ആ ആവേശകരമായ തുടക്കം ലോകമാകെ, ഈ ഭൂഗോളമാകെ ഒരു ബോളിലേക്ക് ചുരുങ്ങുന്നു എന്ന് വേണമെങ്കിലും, അല്ലെങ്കിൽ ഫുട്ബോളിന് ഭൂഗോളത്തിന് എത്ര വലിപ്പമുണ്ടാകുന്നു എന്ന് വേണമെങ്കിലും ഏത് രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയും. പക്ഷേ ഈ ലോകത്തിൻ്റെ എല്ലാ കോണിലും ആവേശമുയർത്തുന്ന ഫുട്ബോൾ ആരവം കേട്ടു. ഇതിനിടയിൽ മറ്റൊരു ടൂർണമെൻറ്റ് ആരംഭിച്ചിട്ടുണ്ട്. നമ്മളതിനെ കാണാതിരിക്കരുത്. കാരണം അവിടെ മാത്രമാണ് നമുക്കെന്തെങ്കിലും പങ്കുള്ളത്. അത് വനിതാ ലോകകപ്പ് ക്രിക്കറ്റാണ്. നമ്മുടെ ഹർമൻപ്രീത്, അതേപോലെ തന്നെ സ്മൃതി മന്ദാന, ജമൈമ റോഡ്രിഗസ്, ദീപ്തി ശർമ്മ എന്നു തുടങ്ങി ആഗോളതലത്തിൽ തന്നെ തലയുയർത്തി പിടിച്ച് നിൽക്കാൻ കഴിയുന്ന ഒരു ടീമാണ് നമുക്കുള്ളത്. ഓഡിയിൽ ഏകദിന മത്സരങ്ങളിൽ ചാമ്പ്യൻസാണ് ഇന്ത്യ. ഇത് 2020 ഈ 2020 ഇന്ത്യ ആദ്യമായി കപ്പ് ഉയർത്തുമെന്നും ഓസ്ട്രേലിയയുടെയും 7 തവണ കപ്പ് ഉയർത്തിയവരാണവർ. കഴിഞ്ഞ തവണത്തെ ചാമ്പ്യൻസ് ന്യൂസിലാൻഡാണ്. അവരുടെ ഭീഷണിയെയും ഇംഗ്ലണ്ടിൻ്റെയും ഭീഷണിയും ഒക്കെ മറികടന്ന് ഇന്ത്യൻ ടീം ആ വനിതാ ലോകകപ്പ് ഉയർത്തുമെന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് കാത്തിരിക്കാം.